ഹലോ ടീച്ചേഴ്സ്, നമസ്തേ. അപ്പോൾ ഇന്നത്തെ കോഡ് ക്ലാസ്സിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ഹിന്ദിയിലെ പ്രമുഖ വാദോർ പ്രവർത്തക എന്ന ടോപ്പിക്കാണ്. പല എക്സാമിനും ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ചിലത് മാച്ച് ദി ഫോളോയിങ് ആയിട്ടും ചിലത് വൺ വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ വരാറുണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും കൺഫ്യൂഷൻ വരുന്നൊരു ഏരിയ ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഉത്പത്തിവാദിൻ്റെ പ്രവർത്തകമാണ് ഭട്ട് ലൊല്ലട്ടാണ്. അപ്പോൾ നമുക്ക് ഉത്പത്തിനെ കുറിച്ചിട്ട് ഒരു സംശയം പോലെ ഒരു പക്ഷേ നമുക്ക് സംശയം ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് അത് വെച്ചിട്ട് ഉത്പത്തി സംശയമാണ്. അപ്പോൾ എന്താണ് ഭട്ട് ലോലട്ട്. ഭട്ട് ഇംഗ്ലീഷിൽ ഭട്ട് എന്ന് പറഞ്ഞാൽ പക്ഷിയല്ലേ. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്കത് കണക്ട് ചെയ്യാം. അടുത്തത് ഭട്ട് നായക് എന്ന അദ്ദേഹത്തിൻ്റെ ഇതാണ് ഭക്തിവാദ്. അപ്പോൾ ഭട്ട് നായകന് എപ്പോഴും ഭക്തി ഉണ്ട് എന്നുള്ള രീതിയിലൊന്ന് കണക്ട് ചെയ്യാം. അടുത്തത് അഭിനവ് ഗുപ്ത് അഭിവ്യക്തിവാദം. അതിൽ പിന്നെ പേര് പോലെ തന്നെ അഭി എന്നുള്ളതൊന്നും നമുക്ക് കണക്ട് ചെയ്യാൻ എളുപ്പമാണ്. അടുത്തത് അനുമതിവാദ് ശങ്കുക്കാണ്. ശങ്കുക്ക അനുമതിവാദാണ്. അപ്പോൾ അനുവാദം ചോദിക്കാൻ ശങ്കയുണ്ട്, എപ്പോഴും ശങ്കയാണ് എന്നുള്ള രീതിയിൽ അതൊന്ന് കണക്ട് ചെയ്യുക. അടുത്തത് രസസമ്പ്രദായി ഭരതമുനിയാണെന്ന് നമുക്കറിയാം. അടുത്തത് അലങ്കാര സമ്പ്രദായി ഭാമഹാണ്. അപ്പോൾ ഭാമയ്ക്ക് സിനിമ നടി ഭാമയ്ക്ക് എപ്പോഴും അലങ്കാരങ്ങൾ ആവശ്യമാണ്. അടുത്തത് രീതി സമ്പ്രദായി വാമനാണ്. അപ്പോൾ വാമനൊരു രീതി ഉള്ളതുകൊണ്ടാണ് മഹാബലിയെ ചവിട്ടി താഴ്ത്തിയത് എന്നുള്ള രീതിയിൽ ആലോചിക്കുക. അടുത്തത് ധ്വനി ആനന്ദവർദ്ധൻ എന്നുള്ളതാണ്. അപ്പോൾ ഈ ധ്വനിയും ആനന്ദവർദ്ധൻ അതിലേക്കൊരു ദായുടെ ഒരു ഇതുണ്ടല്ലോ. ഇപ്പോൾ ദായാണെങ്കിലും ധായാണെങ്കിലും അതിൻ്റെ ഒരു ആവിർഭാവമല്ലേ കൂടുതൽ. അപ്പം അങ്ങനെ കണക്ട് ചെയ്യുക. പിന്നെ വക്രോക്തി കുന്തക്. പിന്നെ ഔചിത്യ സമ്പ്രദായി ക്ഷേമേന്ദ്ര. അടുത്തത് രീതിവാദ് കേശവദാസ്, സ്വച്ഛന്ദതാവാദ് ശ്രീധർ പാഠക്, ഛായാവാദ് ജയശങ്കർ പ്രസാദ്, ഹാലാവാദ് ഹരിവംശ് റായ് ബച്ചൻ. അത് ഹാലാവാദ് എന്നുള്ളത് ഹരിവംശ്, രണ്ടിലും ഫസ്റ്റ് വരുന്നത് അങ്ങനെ കണക്ട് ചെയ്യുക. പിന്നെ പ്രയോഗവാദ് അഗ്ഗൈ, പ്രബദ്ധ്യവാദ് നക്കേൻവാദ് നളിൻ വിലോചൻ ശർമ്മ. അതൊക്കെ നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. അടുത്തത് ഔദാത്യവാദ് ലോഞ്ചായൻസ്, അസ്തിത്വവാദ്. അടുത്തത് വരുന്നത് അസ്തിത്വവാദ് സോറൻ കീർഗാർദ്. അടുത്തത് മാർക്സ്വാദ് കാൾ മാർക്സ്, മനോവിശ്ലേഷണവാദ് ഫ്രോയിഡ്, പ്രതീകവാദ് ജീൻ മോറിയസ്, അഭിവ്യഞ്ജനവാദ് ബെൻതേദോ ക്രോച്ചെ, ബിംബവാദ് ഹ്യൂമ്. ഇത്രയും വാദ് ഒരു പ്രവർത്തകമാണ് പറയാനുള്ളത്. ഇതിലേറ്റവും കൂടുതൽ നമുക്ക് കൺഫ്യൂഷൻ വരുന്നത് ഉത്പത്തിവാദ് ഭട്ട് ലൊല്ലട്ട്, അനുമതിവാദ് ശങ്കുക്ക്, ഭക്തിവാദ് ഭട്ട് നായക്, അഭിവ്യക്തിവാദ് അഭിനവ ഗുപ്ത്. പിന്നെ രസസമ്പ്രദായ ഭരതമുനി, അലങ്കാർ ഭാമഹ്, രീതി വാമൻ, ധ്വനി ആനന്ദവർദ്ധൻ, വക്രോക്തി കുന്തക്, ഔചിത്യ സമ്പ്രദായി ക്ഷേമേന്ദ്ര. ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിക്കുക. ഓക്കെ, ധന്യവാദം.